നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന, അതായത് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആവുകയോ നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ആയിട്ട് പോവുകയോ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോവുകയോ ഏത് വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ച ആ ഒരു പേഴ്സണ് നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ഫീലിങ്സ് അറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം മാനിഫെസ്റ്റേഷൻ എനർജിയോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. എത്രത്തോളം നിങ്ങളതിൽ വിശ്വാസം കൊടുക്കുന്നുവോ, എത്രത്തോളം പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ ഇത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആവുകയും നിങ്ങളിൽ നിന്ന് നെഗറ്റീവാകുന്ന എനർജിയെയും നെഗറ്റീവാകുന്ന തോട്ട്സുകളെയും നിങ്ങൾക്ക് 100% ഹീലാക്കി കളയാനും സാധിക്കും. മാത്രവുമല്ല, പ്രപഞ്ചവുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു എനർജി പൂർണ്ണമായും വളരെ ശക്തമാകുന്ന രീതിയിൽ കണക്റ്റഡ് ആവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ചാണോ ഈ റീഡിങ്സ് അറിയാൻ ആഗ്രഹിക്കുന്നത്, അത് ഏത് പേഴ്സൺ ആയിക്കോട്ടെ, നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പേര് മനസ്സിൽ ഒരു 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ റീഡിങ്സുകളും കാണാൻ ശ്രമിക്കുക കേട്ടോ. കാരണം അപ്പോഴാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുമായിട്ട് അതൊരു എനർജി കണക്റ്റഡ് ആയിട്ട് വരുന്നത്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഓവറോൾ എനർജി നോക്കിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് നിങ്ങളുടെ പെയിൻ എനർജി, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസിനെ അവർക്ക് ഒരുപാട് ബ്ലോക്കേജുകൾ വരുത്തുന്നു. ആ ഒരു എനർജിയുടെ ഫലമായിട്ട് ഒരു കർമ്മ പോലെ അവർക്ക് ഒരുപാട് ബ്ലോക്കേജുകൾ സംഭവിക്കുന്നു. അവർ കൊടുക്കുന്നിടത്തു നിന്നും അവർക്ക് തിരിച്ച് ലഭിക്കാതെ പോകുന്ന ഒരു എനർജിയാണ്. അത് ഏത് രീതിയിലാണെങ്കിൽ പോലും, ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർപരമാകുന്ന സിറ്റുവേഷൻസിലൊക്കെ അവർ ഒരുപാട് കോൺഫ്ലിക്റ്റ് നേരിടുന്നതായിട്ടും, കൂടാതെ തന്നെ അവർ ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ബ്ലോക്കേജുകൾ സംഭവിക്കുന്നുണ്ട്. കൂടുതൽ വ്യക്തികളുമായിട്ട് അവർ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് ഇപ്പോൾ അവർക്ക് നിൽക്കുന്ന ആ ഒരു എനർജികളുമായിട്ട് വളരെ ശക്തമായ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. നല്ല രീതിയിൽ അവർ സ്ട്രഗ്ലിങ് ചെയ്യുന്നുണ്ട്. അവർ ശരിക്കും കർമ്മ നേരിടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻഫുള്ള് അവർക്ക് മനസ്സിലാകുന്നതിനേക്കാൾ അപ്പുറം അവർ നിൽക്കുന്ന സ്ഥലത്ത്, അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ വളരെയധികം ജഗ്ലിങ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അവർ എല്ലാ സിറ്റുവേഷൻസിനെ ഉപേക്ഷിച്ച് ദൂരെ എങ്ങോട്ടെങ്കിലും പോകാൻ പാകത്തിന്, അതായത് ദൂരേക്ക് പോയി മറയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത്രത്തോളം ഇമോഷണലി പെയിൻ അനുഭവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പെയിൻ്റെ എനർജി അവരിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടോ, അത് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് റീഡിങ്സിലൂടെ നോക്കി വരാം. ഓവറോൾ എനർജിയിൽ അവർ ശരിക്കും വളരെയധികം പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നുണ്ട്. അവർ എവിടേക്കോ പെട്ടുപോയതുപോലെയും എന്തിനേക്കോ അവർ ശക്തമായി ഭയപ്പെടുന്നത് പോലെയും, അവർ ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനൂടി പറ്റാത്ത ഒരു എനർജിയിലൂടെയാണ് ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. അവർക്കൊരു പുതിയ തുടക്കമെന്ന് പറയുന്നത് അവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ട് ഒരുപാട് ദൂരേക്ക് പോകേണ്ടി വരുന്നത്, അതല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് എനർജി ചെയ്യേണ്ടതാകുന്നൊരു സിറ്റുവേഷൻസാണ്. അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിലോ അവർക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിലോ ഒരു രീതിയിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഈഗോയ്ക്ക് യാതൊരു കുറവുമില്ല കേട്ടോ. വളരെ ശക്തമാകുന്ന ഒരു ഈഗോ എനർജിയോട് കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി ശരിക്കും വളരെയധികം പ്രശ്നങ്ങളെ അതിജീവിക്കുന്നു എന്ന് തന്നെ കാണുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഴ്സ് ആണ്. ഇമോഷൻസൊക്കെ മാറ്റി വെച്ച് നിൽക്കുന്ന ഒരു എനർജി, എന്തൊക്കെയോ ലക്ഷ്യമിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഒരു ദൂര യാത്രയെ ഈ ഒരു പേഴ്സൺ ലക്ഷ്യമിടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു ഗുഡ് ന്യൂസ് എനർജിക്ക് വേണ്ടിയിട്ട്, എന്തോ ഒരു കാര്യത്തിൻ്റെ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ചെയ്യുന്നു എന്ന്
തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇമോഷണൽ പരമാകുന്ന, അതായത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ചുറ്റുമുള്ള ഇമോഷണൽ പരമാകുന്ന സാഹചര്യങ്ങളെ മാറ്റി വെക്കേണ്ടി വന്നിരിക്കുന്നു. സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുക്കണം എന്നുള്ള എനർജിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രവർത്തിക്കണം, ലൈഫിൽ എന്തൊക്കെയോ നേട്ടങ്ങൾ കൈവരിക്കണം, എല്ലാവർക്കും മുന്നിൽ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാക്കുക എന്ന ഒരു ശക്തമാകുന്ന ഒരു തീരുമാനം, ഒരു സ്ട്രോങ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഫെമിനിയൻ എനർജിയാണ് കൂടുതലായിട്ട് ആ ഒരു വ്യക്തിയിൽ നിൽക്കുന്നത്. ആ ഒരു എനർജി കൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. കൂടാതെ തന്നെ ഒരു ഗുഡ് ന്യൂസ് ആ ഒരു വ്യക്തിയെ തേടി വരും. അതിനു വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടി ഈ ഒരു പേഴ്സൺ കറന്റ്ലി വെയിറ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചതെല്ലാം ആ വ്യക്തിക്ക് എൻഡായി പോയിട്ടുണ്ട് കേട്ടോ. വളരെ ശക്തമാകുന്ന രീതിയിൽ സക്സസ് നേടിയെടുത്ത എല്ലാം പരാജയം വന്നു. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രിയപ്പെട്ട എന്തൊക്കെയോ പൂർണ്ണമായും എൻഡായി നിൽക്കുന്നു. അതുപോലെ തന്നെ ഒരു കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു വ്യക്തി മനസ്സാക്ഷിക്ക് മുമ്പിൽ കുറ്റമേറ്റു പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചിങ്ങോ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങളോ ആ ഒരു വ്യക്തിയെ തേടി വരാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി പരിശ്രമിക്കുന്നുണ്ട്. അത് മറ്റാരോടൊക്കെയോ ആ ഒരു പേഴ്സൺ ഷെയറിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു വ്യക്തിയുടെ നേട്ടങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഉടനെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കുമെന്ന ഒരു കാര്യം ഈ ഒരു പേഴ്സൺ മറ്റാരോടൊക്കെയോ ഷെയറിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്ന ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു ടീം വർക്ക് എനർജിക്കൊക്കെ വേണ്ടിയിട്ട്, ടീം വർക്ക് പോലുള്ള എന്തോ ഒരു കാര്യം, ഒരു പ്രവൃത്തി ലൈഫിലേക്ക് ഒരു ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ ആ ഒരു വ്യക്തിക്ക് അത്രത്തോളം ആഴത്തിൽ വിശ്വസിക്കാനോ കൂടെ ചേർത്ത് നിർത്താനോ പറ്റുന്നില്ല. പക്ഷെ ഒരു ടീം വർക്കും ചെയ്യണമെന്ന ഒരാഗ്രഹവും അതിനു വേണ്ട ചില പ്രോസസ്സിങ്ങും അതെങ്ങനെ ഫ്യൂച്ചറിലേക്ക് സക്സസ് ആക്കണമെന്നുള്ളൊരു ഗൈഡൻസ് ഒക്കെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നുമുണ്ട്. ഒരു ഗുഡ് ന്യൂസ് എനർജിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ച് സ്ട്രഗിളിങ് ചെയ്യുകയാണ്. കാരണം ഈ ഒരു വ്യക്തി ഏറ്റവും വലിയൊരു തെറ്റ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ സംഭവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇമോഷണൽ പരമാകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നെഗറ്റിവിറ്റി സമ്മാനിച്ചിട്ടുണ്ട്. അതായത് ഇമോഷണലി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒന്നും ആ ഒരു പേഴ്സണ് സംതൃപ്തമല്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു വ്യക്തി എത്രത്തോളം ഹാപ്പി ആണെന്ന് പുറമെ പ്രകടിപ്പിച്ചാലും ഉള്ളുകൊണ്ട് വളരെ ശക്തമായിട്ടും കരയുകയാണെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഉത്തരവാദിത്തങ്ങളെയോ ചുറ്റുപാടുമുള്ള ചില റെസ്പോൺസിബിലിറ്റി പോലുള്ള അങ്ങനെയുള്ള എനർജികളെ ഒന്നും ഈ ഒരു പേഴ്സണെ മാറ്റി വെക്കാനും പറ്റുന്നില്ല. മാത്രവുമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിക്ക് ഒരു സ്വപ്നമുണ്ട്. വളരെ ശക്തമായ ഒരു സ്വപ്നത്തെ പാസ്റ്റിൽ തൊട്ട് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണാണ്. അത് റിയാലിറ്റി ആക്കണം, അത് ലൈഫിൽ സക്സസ് ആക്കി എടുക്കണം, അതൊന്ന് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ചിന്തിക്കുന്നത്. കയ്യിൽ അതിൻ്റേതാകുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ കൈകളിലുണ്ട് ആ വ്യക്തിക്ക് വേണ്ട സക്സസും വിജയത്തിനും വേണ്ട കാര്യങ്ങൾ. പക്ഷേ എന്നിട്ടും ആ ഒരു പേഴ്സൺ സ്ട്രഗിളിങ് ചെയ്യുകയാണ്. അതായത് ഒരു കർമ്മ എനർജി ആ ഒരു വ്യക്തിയെ ഇമോഷണലി പിടിപെട്ടിരിക്കുന്നു. ഇമോഷണലി ആ ഒരു പേഴ്സണ് ഹാപ്പി ആയാൽ മാത്രമാണ് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സ്ട്രഗിളിങ് എനർജിയിൽ നിന്നും ആ ആഗ്രഹം, ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അയാളെ സംബന്ധിച്ച് ഞാനെന്ന ഭാവം, ഈഗോ എന്ന ആ ഒരു എനർജി വളരെ ടോപ്പിലാണ് നിൽക്കുന്നത്. ആ ഒരു എനർജിയിൽ നിന്ന് ഈ ഒരു പേഴ്സൺ താഴേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് ഈ ഒരു വ്യക്തിക്ക് ചുറ്റുപാടുമുള്ള ബ്ലെസ്സിങ്സ് അനുഭവിക്കാൻ പറ്റുള്ളൂ. തോറ്റു കൊടുക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് ഈ ഒരു പേഴ്സൺ വരാൻ തയ്യാറല്ല. കാരണം ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്കും ആ വ്യക്തിയുടെ ഇമോഷൻസിനും, അതായത് സെൽഫ് ലവ് എന്ന എനർജി, എനിക്ക് എൻ്റെ വേദനകൾ, എൻ്റെ കാര്യങ്ങൾ, എന്നെ ചുറ്റുപറ്റിയുള്ള വിഷയങ്ങൾ മാത്രം എന്നുള്ള ആ ഒരു ചിന്ത
ചിന്തയിൽ ഒരു ലോകം കെട്ടിപ്പടുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു എംപറർ എനർജിയാണ്. എംപറർ മീൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനൂടി സാധിക്കണം. പക്ഷേ ഇമോഷണലി ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസുകളും നെഗറ്റീവാകുന്ന സാഹചര്യങ്ങളും എല്ലാം ഈ ഒരു വ്യക്തി ഫോക്കസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പേഴ്സൺ ഇമോഷണലി തെറ്റുകൾ സംഭവിച്ച വ്യക്തി തന്നെയാണ് 100%. മറ്റെവിടേക്കോ ഈ ഒരു പേഴ്സൺ തെറ്റാകുന്ന രീതിയിൽ കണക്റ്റഡ് ആകാനും പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസുകൾ മറ്റുള്ളവരിലേക്ക് നൽകുകയും അതുപോലെ ആ സിറ്റുവേഷൻസുകളിൽ നിന്നെല്ലാം നിസ്സാരമായിട്ട് മൂവ് ഓൺ ചെയ്തു പോകുകയും ചെയ്തിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു എംപറർ എനർജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അയാളുടെ ആവശ്യങ്ങൾ മാത്രമാണ്. ആ ഒരു പേഴ്സൺ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും സ്വന്തം കാര്യം സ്വന്തം സുഖം നേടുക എന്ന എനർജിയിലൂടെ കടന്നു പോയതിൻ്റെ ഫലം ഇമോഷണലി ആ ഒരു വ്യക്തിക്ക് ഇപ്പം നേരിടേണ്ടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കുമ്പോഴെല്ലാം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. കാരണം ഒന്നെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു പുതിയ തുടക്കം കരിയർ പരമാകുന്ന കാര്യത്തിലോ എന്തിനോ എടുത്തു ചാടി മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി ചെയ്തിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ ആ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു വീഴ്ച സംഭവിച്ച് നിൽക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മറ്റുള്ളവരുമായിട്ട് മത്സരിക്കേണ്ടതായിട്ടുള്ള ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതൊന്നും ആ ഒരു പേഴ്സൺ ചിന്തിക്കാതെ എടുത്തു ചാടി ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ആക്ഷൻ എടുത്താലും ആ വ്യക്തിയെ സംബന്ധിച്ച് എന്ത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും അവിടെയെല്ലാം കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും തടസ്സങ്ങളെയും നേരിടേണ്ടി വരുന്നുണ്ട്. അവിടെ ഫൈറ്റിംഗ് ചെയ്തു നോക്കുന്നുണ്ട്. ഇവരുടെ ആ ഒരു ഈഗോ എന്ന് പറയുന്നത് തകർച്ചയിലാണ്, നഷ്ടത്തിലാണ് എന്ന് ചിന്തിച്ചാൽ പോലും ആ നഷ്ടത്തിൽ നിന്നും ഈ ഒരു പേഴ്സണ് മുന്നോട്ടേക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല. അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഏത് സിറ്റുവേഷൻസിലും ഹൈഡിങ് എനർജി കൂടുതലാണ്. കൂടാതെ തന്നെ ഒരു എനിക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നല്ല അറിവുണ്ട് എന്നുള്ളൊരു തോന്നലും. പക്ഷേ ഇവരെ സംബന്ധിച്ച് നല്ല ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇവരെവിടെ ചെന്നാലും ഇവർക്കൊരു അനുഗ്രഹമുണ്ട്. പക്ഷേ അതൊരു പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഫലമാവാം അവർക്ക് ഈ ഒരു ജന്മം അവർക്ക് എവിടെ ചെന്നാലും അനുഗ്രഹം ലഭിക്കുന്നത്. പക്ഷേ ആ ഒരു അനുഗ്രഹത്തെ പോസിറ്റീവായിട്ട് ചൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ ഈ ഒരു പേഴ്സണ് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് അമ്മയുടെ മദറിൻ്റെ എപ്പോഴുമുള്ള ഒരു പോസിറ്റീവാകുന്ന അനുഗ്രഹം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എപ്പോഴും ഒരു സംരക്ഷണ വലയം പോലെ തീർത്തു വെച്ചിട്ടുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തി ഒരുപാട് മാനസിക പിരിമുറുക്കം, അതായത് സ്വയം മനസ്സിനോട് തന്നെ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. കാരണം പുറമെ ഈഗോയായിട്ട് ഇരുന്നാൽ തന്നെ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം കുറ്റബോധവും അതുപോലെ തന്നെ ഭയങ്കര കോൺഫ്ലിക്റ്റാണ്, മൈൻഡ് കോൺഫ്ലിക്റ്റാണ്. കാരണം തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും എപ്പോഴും മാറി മാറി എന്ത് ചെയ്യണം, നേരിടേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കൂടാതെ തന്നെ ഈ ഒരു വ്യക്തി എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നോ, എന്ത് കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്നോ അവിടെ നിന്നെല്ലാം പുള്ളി പ്രതീക്ഷിക്കുന്ന ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഒരു അംശം പോലും ലഭിക്കാതെ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ചെറിയ രീതിയിലൊരു ലൈഫ് സിറ്റുവേഷൻ, ഇതിനകത്ത് സിംഗിൾ ആവുന്നവരൊക്കെ ഒരു വിവാഹം പോലുള്ള കാര്യത്തെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് വേണ്ട ചില ഇന്നർ വർക്കുകൾ, പ്രാർത്ഥനയാവാം, വല്ല അട്രാക്ഷൻ പോലുള്ള കാര്യങ്ങളാവാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഫാമിലി പരമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ സെപ്പറേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റിംഗ് എനർജിയാണ് അവർ നടത്തുന്നത്. ഒന്നെങ്കിൽ അവർ പ്രാർത്ഥന പോലുള്ള കാര്യങ്ങളാവാം, അതല്ല എങ്കിൽ അവർ മറ്റെന്തോ പുറമേ പോയി ചെയ്യുന്ന ഒരു എനർജി കണക്റ്റ് നിങ്ങളുമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പാർട്ട്ണറെ തിരിച്ച് ലഭിക്കണം, അല്ലെങ്കിൽ ഒരു ലൈഫ് സിറ്റുവേഷൻസ് വേണം, ഒരു കൂട്ട് വേണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ ഒരു പേഴ്സൺ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒന്നെങ്കിൽ നിങ്ങളിലേക്ക്, അതല്ലെങ്കിൽ മറ്റേത് സിറ്റുവേഷൻസിലാണേലും ഒരു സപ്പോർട്ട് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഈഗോയെയും മറ്റുമെല്ലാം അയാളുടെ പുറമെ പ്രകടിപ്പിച്ചാലും ഉള്ളുകൊണ്ട് ആ ഒരു പേഴ്സൺ ശക്തമായിട്ടും ഒരു സപ്പോർട്ട് വേണം, അതായത് ഒരു പാർട്ട്ണർ വേണം, ഒരു കൂട്ടു വേണം എന്നുള്ള ആ ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. മാത്രവുമല്ല അതൊക്കെ ഒരു കറക്റ്റ് ഒരു ഒരു സെൽഫ് ഡിസിപ്ലിൻ പോലെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു. ഒരു ഓപ്പർച്യൂണിറ്റീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നു, ലൈഫിൽ ഒരു ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതൊരു
ലോങ് ടേം സക്സസ് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ധാരാളം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് പോയ സമയത്തും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായി. ആ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് ഈ വ്യക്തി കൂടുതലായിട്ട് ഫോക്കസിങ് ചെയ്ത ഒരു എനർജി കാണുന്നുണ്ട്. ആ ഒരു ഫോക്കസിങ് എനർജിയാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലൊരു ബൗണ്ടറി തീർത്തു പോയതെന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വന്നൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആകാം. അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതായത് സാമ്പത്തികമായിട്ടൊരു കൊടുക്കൽ വാങ്ങൽ ആ ഒരു തേർഡ് സിറ്റുവേഷൻസുമായിട്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. ആ ഒരു സിറ്റുവേഷൻസിൽ അവർ പൂർണ്ണമായും കണക്റ്റഡായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അതൊരു പെട്ടുപോയി എന്ന് തന്നെ പറയാം. ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്കിപ്പം ഒരു ആൻസൈറ്റിയാണ്, ഉത്കണ്ഠ എന്ന ഒരു എനർജിയിലൂടെയാണ് പോകുന്നത്. കാരണം ശരിക്കും അവർ ചെയ്ത പ്രവൃത്തിക്ക് ഒരു ജഡ്ജ്മെൻറ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവർക്കൊരു വിധി, അവർ ചെയ്ത ആ ഒരു കർമ്മഫലം അവരനുഭവിക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടൊരു ഡിസിഷൻ എടുക്കാനും ഒരു ചെറിയ ക്ലാരിറ്റിയൊക്കെ അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഒരു സ്റ്റക്ക് എനർജി, അതായത് ഒരു ഫോക്കസിങ് എനർജിയാണ്. എന്നാലും അവരുടെ ഉള്ളിൽ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ ആവാം, ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതുകൊണ്ട് അവർക്ക് വളരെയധികം ഒരു ഭയത്തെ കാണിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും കടന്നു പോരാ, അവർക്കുടെ മുന്നിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയൊക്കെ ചെയ്യാം. എന്തോ ഒരു ഭയം അവരെ വല്ലാതെ അധികം സ്റ്റക്കാക്കി നിർത്തുന്നുണ്ട് കേട്ടോ. ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ എന്താണെങ്കിലും അതൊരു കാർമിക് എനർജി ആയിരുന്നു കേട്ടോ. ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ വന്ന വെറും ഒരു കാർമിക് എനർജിയാണ്. അതിന് ഒരുപാട് ആയുസോ ഒന്നും കാണാൻ സാധ്യതയില്ല. എന്താണെങ്കിലും അവരൊരു പുതിയ തുടക്കം, അതായത് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുടെ ലൈഫിൽ, അതായത് കുടുംബപരമായിട്ടും പേരൻസുമൊക്കെ ആയിട്ട് നിങ്ങൾ ഒത്തൊരുമിച്ച് പോകുന്ന ആ ഒരു ജീവിതത്തിലുള്ള വ്യക്തികളിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു റീയൂണിയൻ, ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കാൻ പോകുന്നു. കാരണം അവർ തെറ്റായി നിന്നിരുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഫിനാൻഷ്യൽ ഫോക്കസിങ് ആയിരുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിന് ഈ ഒരു വ്യക്തിയിൽ നിന്നും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായ അനുഭവവും, കാരണം ഈ ഒരു പേഴ്സൺ ഫസ്റ്റ് ടൈം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും ഫിനാൻസ് സ്വീകരിച്ചു എങ്കിൽ അവസാനം തേർഡ് സിറ്റുവേഷൻസ് അവരെ അങ്ങോട്ടേക്ക് ഫിനാൻഷ്യലി ചൂസ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു തിരിച്ചറിവ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെ ശക്തമായിട്ടുണ്ടായപ്പോൾ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണോട് അൺകണ്ടീഷണൽ ലവ് എന്ന ഒരു എനർജിയിലേക്ക് വന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ്, അവർ തെറ്റാകുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക എന്നതല്ല, മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത്. കുടുംബപരമായിട്ടും ഫാമിലി എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിലേക്ക് തീർച്ചയായിട്ടും ആ ഒരു എനർജി തിരിച്ചു വരിക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അവരെ സംബന്ധിച്ച് സ്റ്റക്കായിട്ട് നിന്ന എനർജിയിൽ നിന്നും അവർക്കൊരു ബാലൻസ് വരുന്നുണ്ട്, ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ്, അതായത് ഒരു പുതിയ റിലേഷൻ, നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം അവർ റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന ഒരു എനർജിയാണ് നമ്മളുടെ ആ ഒരു വ്യക്തിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ 100% നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതായത് കൺഫ്യൂസ്ഡ് എനർജി, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിൽ നിന്നും അവർക്കൊരു ഇന്നർ ഗൈഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അവരുടെ ഉള്ളിൽ എപ്പോഴുമുള്ളൊരു കുറ്റബോധം, നിങ്ങളവരെ ഒരുപാട് ഫോക്കസിങ് ചെയ്തിരുന്നു, നിങ്ങളവരുടെ പിന്നാലെ ഒരുപാട് ചെന്നിരുന്നു എന്നുള്ള ആ ഒരു നിരാശ അവരെ ഇപ്പോൾ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളോട് വളരെ മോശമായിട്ട് അവർ ബിഹേവ് ചെയ്തു എന്ന ഒരു തിരിച്ചറിവ് അവരെ വല്ലാതെ ഒറ്റപ്പെടുത്തുകയും അത് അവർക്ക് വലിയ ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ തന്നെ നിൽക്കുന്നു. എന്താണെങ്കിലും നിങ്ങളെ അവർ വെയിറ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരു നല്ലൊരു ടൈം വന്നു കഴിഞ്ഞാൽ, ഒരു റൈറ്റ് ടൈം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളോട് ഒരു വലിയ റൊമാൻറ്റിക് എനർജിയിലാണ്, ഒരു റൊമാൻസാണ് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു സ്വപ്നമെന്ന് പറയുന്ന നിങ്ങളുമായിട്ടുള്ള ഒരു ഇമോഷണൽ കൈമാറ്റത്തെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് റിയാലിറ്റി ആക്കണമെന്നും അത് ഇനി അവരുടെ ലൈഫിൽ ഫ്യൂച്ചറിലേക്ക് വേണമെന്നും അതിന് കറക്റ്റായ ഒരു ടൈം വന്നിരുന്നെങ്കിൽ എന്നും അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ബാഡ് കർമ്മ എനർജി എൻഡായി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക്
തമ്മിൽ സെപ്പറേഷൻ പീരീഡോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിശ്വാസക്കുറവുകളോ എല്ലാം സംഭവിച്ചത് ഒരു ബാഡ് കർമ്മ എനർജിയുടെ ഫലമായിട്ടാണ്. നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ഉള്ള ആ ഒരു വിധി നിങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷൻസ് പൂർണ്ണമായി എൻഡായി. നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഫോക്കസിങ് ചെയ്യുന്നുമുണ്ട്, മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. ആ ഒരു വിജയം, അവർ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്തെടുത്ത വിജയം അവർക്കിപ്പം വേദനയായിട്ടാണ് തോന്നുന്നത്, ഒരു നഷ്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. ശരിക്കും വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു സമയം, അതിന് പറ്റുന്ന ഒരു അനുകൂലമാകുന്ന ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിൽ ഒരു സക്സസ് ആണ്. കാരണം അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുമെന്നും നല്ലൊരു പ്രോഗ്രസ് ലൈഫിൽ നല്ലൊരു മാറ്റം വരുമെന്നും നിങ്ങളെ ഫോക്കസിങ് ചെയ്യാൻ പറ്റുമെന്നുമെല്ലാം അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും ഇമോഷണലി ഒരു ബൗണ്ടറി ഇട്ടാണ് ഇപ്പോൾ ഒരു പേഴ്സൺ നിൽക്കുന്നത്. നിങ്ങളോട് ആഴത്തിലുള്ള ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി അവർക്കുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഇമോഷണൽ ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നത്. കാരണം നിങ്ങളോടുള്ള ആ ഒരു നിങ്ങളോട് പാസ്റ്റിൽ പെരുമാറിയ ചില സിറ്റുവേഷൻസുകൾ അവരെ ഭയപ്പെടുത്തുന്നു എന്ന് തന്നെ കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ നല്ലൊരു കോൺഫിഡൻസോടും സ്ട്രോങ് ആയൊരു എനർജിയിലുമാണ് നിൽക്കുന്നതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവർക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഒരു വെല്ലുവിളി നേരിടേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും ശക്തമായിട്ടും 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക്. നിങ്ങളെ അവർ പൂർണ്ണതയോടുകൂടി തന്നെ ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി. തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ്റെ ഒരു ആ ഒരു സാഹചര്യം അവർക്ക് തിരിച്ചറിവിലേക്ക് എത്തിച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ ജനറൽ റീഡിങ്സുകളാണ്, എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ.